നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്തേക്ക് വളരെ നല്ലതാണ്. അരമുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ. പിന്നെ ഒരു 4 വറ്റൽമുളക്, മുളകൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇത് ഒരു നുള്ളു കുരുമുളക്, ഒരു 4 കരയാമ്പൂവ്, കായം, പിന്നെ ചെറിയ ജീരകം, പിന്നെ ഒരു 4 മണി ഉലുവ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ്, നല്ലോണം ഒരു പിടിയുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടിരിക്കുകയാണ്, നമുക്ക് വയറിന് നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 4-5 ഇല തുളസി, ചുവന്ന തുളസിയുടെ ഇലയാണ് കേട്ടോ. കഫത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. അതുപോലെ കഫത്തിന് ഏറ്റവും നല്ലതാണ് പനിക്കൂർക്ക പറയുന്ന ഈ ഇല. ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഏകദേശമൊക്കെ പാകമായി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മൂത്ത ചമ്മന്തിക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ ചെറിയ നുള്ള് പുളിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. പിന്നെ സ്വല്പം മുളക് പൊടി, എരിവ് അധികം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൽ കുരുമുളക്, വറ്റൽമുളക് ഉണ്ട്. അപ്പോൾ ഒരു നുള്ളു മുളക് പൊടി. അപ്പം നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിൽ കുറച്ച് നിലക്കടല, അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവാൻ, ചമ്മന്തി ഇഷ്ടമാവണമെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത് കേട്ടോ.